കെവിന്റെ മരണത്തിൽ ബിജുവിന്റെ പങ്ക് പോലീസ് ഗൗരവമായി അന്വേഷിക്കുന്നു. മുഖ്യപ്രതികളായ ഷാനു ചാക്കോയെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഐജിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഡിജിപിക്ക് കൈമാറും. അതിനിടെ കേസിലെ 2 പേർ കൂടി പിടിയിലായി. നിഷാദ്, ഷെഫിൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പീരുമേട് കോടതിയിൽ കേസിലെ ഒരു പ്രതി കീഴടങ്ങുകയും ചെയ്തു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതി സിബി ജോസഫ് ചേരുന്നുണ്ട്. സിബി, വിശദാംശങ്ങൾ. ആനന്ദ്, ഈ കെവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ മൊത്തം 9 പ്രതികളാണ് ഇപ്പോൾ അത് പിടിയിലായിരിക്കുന്നത്. ഈ കേസിൽ ആകെ 14 പ്രതികളാണുള്ളത്. നേരത്തെ 6 പ്രതികൾ പിടിയിലായിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി ഏറ്റുമാനൂർ കോടതിയിൽ കീഴടങ്ങാനെത്തിയ 2 പേരെ ഏറ്റുമാനൂർ CI ഇറങ്ങുന്ന സംഘം പിടികൂടുകയായിരുന്നു. നിഷാദ്, ഷെഫിൻ എന്നിങ്ങനെ 2 പേരെയാണ് ഇന്ന് ഏറ്റുമാനൂർ കോടതിയിൽ കീഴടങ്ങാനെത്തുമ്പോൾ പിടികൂടിയത്. ഇതിൽ ഷെഫിൻ ഈ പെൺകുട്ടിയുടെ ബന്ധുവാണെന്നാണ് അറിയാൻ കഴിയുന്നത്. നിഷാദ് പുല്ലൂരിലുള്ള ഒരു ഓട്ടോ ഡ്രൈവറാണ്. കൂടാതെ മറ്റൊരു പ്രതിയായ ടിറ്റോ ജെറോം എന്നയാൾ ഇടുക്കി പീരുമേട് കോടതിയിലും ഇന്ന് കീഴടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ മൊത്തം 9 പ്രതികളാണ് കീഴടങ്ങിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മുഖ്യ പ്രതികളായ ഷാനു ചാക്കോ, അതുപോലെ ചാക്കോ, അതുകൊണ്ട് മനു എന്നിങ്ങനെ 3 പേർ ഏറ്റുമാനൂർ കോടതിയിൽ വിശദമായി ഇവരെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇവർ പ്രധാനമായും പറയുന്നത് ഈ കെവിനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയല്ല ഇവർ കൊണ്ടുപോയത്, മറിച്ച് കെവിനെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി ഈ പെൺകുട്ടിയെ വീട്ടിലേക്ക് വരുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു എന്നാണ് ഇവർ പ്രധാനമായും മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ കെവിനോടൊപ്പം തന്നെ തട്ടിക്കൊണ്ടു പോയപ്പെട്ട ഈ അനീഷ് എന്ന അയാൾ പറയുന്നത് കെവിനെ ഇവർ ഇറക്കി വിട്ടിട്ടില്ല. കൂടാതെ ഇവർ പറയുന്നത് കെവിനെ ഇറക്കി വിട്ടുവെന്നും ഇവർ പറയുന്നു. പത്തനാപുരത്ത് വെച്ച് കെവിനെ തങ്ങൾ ഇറക്കി വിട്ടുവെന്നും ഇവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രധാനമായും ഈ അനീഷ് പറയുന്നത് കെവിനെ ഇറക്കി വിട്ടിട്ടില്ല, മാത്രമല്ല കെവിന് മാരകമായ മർദ്ദനം ഏറ്റിരുന്നു എന്നുമാണ് പറയുന്നത്. എന്തായാലും ഇവരുടെ മൊഴിയെടുക്കൽ ഇപ്പോഴും വിശദമായി ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം ഇന്ന് വൈകിട്ട് തന്നെ ഇവരെ ഏറ്റുമാനൂർ കോടതിയിൽ ഹാജരാക്കും. ഇതിന് പിന്നാലെ ഇന്നലെ റിമാൻഡിലായ 3 പേരെ റിയാസ്, നിയാസ്, ഇഷാൽ എന്നിങ്ങനെ 3 പേരെ ഇന്ന് ഏറ്റുമാനൂർ കോടതിയിൽ ഹാജരാക്കുകയും ഇവരെ പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുന്ന അപേക്ഷ നൽകിയിരുന്നു. ഇവർക്ക് 5 ദിവസത്തേക്ക് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇവരെ വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 14 പ്രതികളിൽ 9 പേരെ പിടിയായിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള എല്ലാ പ്രതികളും ഉടൻ പിടിയിലാകുമെന്ന സൂചനയാണ് പോലീസ് നൽകുന്നത്. നമുക്കറിയാൻ കഴിയുന്നത് ഈ പ്രതികളെല്ലാം തന്നെയും പോലീസ് വല വിരിച്ചതിനെ തുടർന്ന് വിവിധ കോടതികളിൽ കീഴടങ്ങാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അവർ 2 പേർ ഏറ്റുമാനൂർ കോടതിയിൽ കീഴടങ്ങാൻ എത്തിയത്. കൂടാതെ പീരുമേട് കോടതിയിൽ ഒരാൾ ഇപ്പോൾ കീഴടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പോലീസ് ഉദ്യോഗസ്ഥർ ASIനെയും അതുപോലെ തന്നെ ഒരു പോലീസ് ജീപ്പ് ഡ്രൈവറെയും നേരത്തെ പോലീസ് കസ്റ്റഡി എടുത്തിരുന്നു. ഇവരെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് ചോദ്യം ചെയ്യുകയാണ്. ഈ പ്രതികളെ ഇവർ സഹായിച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരായ ആരോപണം. എന്തായാലും ഇവർ ASI ഈ പ്രതിയുമായി സംസാരിക്കുന്ന ഫോൺ സംഭാഷണവും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവരെ കസ്റ്റഡി എടുത്തിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വിശദമായി നീങ്ങുകയാണ്. കൊച്ചി റേഞ്ച് IG വിജയ് സാഗറിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവർ വിശദമായൊരു യോഗവും ഇവിടെ ചേർന്നിരുന്നു. ആനന്ദ്. ശരി, സിബി ജോസഫാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കെവിൻ കൊലപാതകത്തിൽ പ്രതിപട്ടികയിലുള്ള മുഴുവൻ പേർക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകലിനും കൊലക്കുറ്റത്തിനും ഗൂഢാലോചനയ്ക്കും കേസെടുത്തതായി IG വിജയ് സാഖറെ. സംഭവവുമായി ബന്ധപ്പെട്ട് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ ASI ബിജുവിനെ സസ്പെൻഡ് ചെയ്തു. ASI ബിജുവും ഡ്രൈവർ അജയകുമാറും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും IG പറഞ്ഞു. നൈറ്റ് പെട്രോൾ ഓഫീസർ ഒരു ASI ബിജു ആയിരുന്നു, പിന്നെ ഡ്രൈവർ ആയിരുന്നു. 2 പേർക്ക് ഇന്നലെ വൈകിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ 2 ആൾക്കാരിൻ്റെ എതിരായിട്ട് മിനിയാന്ന് രാത്രി കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുണ്ട്, ഇൻക്വയറി ചെയ്തിട്ടുണ്ട്. ഇൻക്വയറിയിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ 2 ആൾക്ക് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാളിൻ്റെ ചോദ്യം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. വൈകിട്ട് ക്രൈമിൽ എന്തെങ്കിലും പാർട്ടിസിപ്പേഷൻ ഉണ്ട്. കെവിനെ തട്ടിക്കൊണ്ടുപോയത് പോലീസ് അറിഞ്ഞുകൊണ്ടാണെന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത്. മുഖ്യപ്രതി ഷാനുവുമായി പോലീസ് സംസാരിക്കുന്ന ഫോൺ സംഭാഷണം പുറത്ത്.
സംസാരിക്കാൻ എനിക്ക് വയ്യ. നിങ്ങൾ കൊച്ചിനെ വേണം. പിന്നെ സാറിന് ഒരു റിക്വസ്റ്റ് ആണ്, ഞങ്ങൾ ചെയ്ത തെറ്റാണ്, ഞാൻ ഒരിക്കലും ന്യായീകരിക്കും, ഞങ്ങൾ തെറ്റ് പറ്റിയതാണ്. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ ഇപ്പൊ സുരക്ഷിതമായി നിങ്ങളെ എത്തിച്ചേരുക, ഞങ്ങൾ അതിനുള്ള ഇത് മനുഷ്യരെ എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, ടാക്സി വിളിച്ച് പുള്ളിക്കാരന് അവിടെ കടയിൽ എന്തെങ്കിലും നഷ്ടമായത് നോർമൽ കാര്യം ഉണ്ടെങ്കിൽ അത് ഞാൻ അതിന്റെ പൈസ ഞാൻ കൊടുത്തേക്കാം. വീടിന്റെ കടയെല്ലാം പോയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഒരു പൈസ കൊടുക്കും, പുള്ളിക്കാരൻ എന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കും. പക്ഷേ പറഞ്ഞ് തരാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാല് പിടിക്കാൻ തിരിച്ചു തരിക. എന്നെ കൊണ്ടാവാതെ ചെയ്തു തരാം കേട്ടോ. ഇതിന് എനിക്ക് 6 മാസം ആയിട്ടുള്ളൂ. ഞാൻ എനിക്ക് എന്നെ കൊണ്ടാവുന്ന രീതി ഞാൻ ചെയ്യാം, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. ചില മാധ്യമങ്ങൾ നാടിനെ അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊലപാതകം നടന്നാൽ പ്രതികളെ പിടികൂടാൻ ശ്രമിക്കുന്നതിന് പകരം പോലീസ് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്നു എന്ന രീതിയിൽ വാർത്ത നൽകുന്നത് മാധ്യമധർമ്മമാണോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. കെവിൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് മാധ്യമധർമ്മമാണ് നിർവഹിക്കേണ്ടത്. തെറ്റായ കാര്യമാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ നാടിനെ അവമാനിക്കാനാണ് ശ്രമിക്കുന്നത്. ആ അപമാനിക്കാനല്ല നിങ്ങൾ നിൽക്കേണ്ടത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നാടിനെ അവമാനിക്കുന്ന ശ്രമമാണ് നടത്തുന്നത്. ഈ കേരളം എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകം നടക്കുന്ന ഘട്ടത്തിൽ ആ കൊലപാതകികളെ കണ്ടുപിടിക്കാനല്ല നോക്കുന്നത്, അതല്ലാതെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനാണ് നടക്കുന്നത് എന്ന സന്ദേശം പരത്താനാണ് നിങ്ങൾ ശ്രമിച്ചത്. മുഖ്യമന്ത്രിയെ പ്രതിയാക്കുന്ന സമീപനമാണ് ചില മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. വാർത്തകളായി നൽകാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കേണ്ടത്. മാധ്യമങ്ങൾ വിധികർത്താക്കളാകുന്ന സമീപനം ശരിയല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോട്ടയത്ത് താൻ പങ്കെടുത്ത പരിപാടി വൈകിട്ടായിരുന്നു. കെവിന്റെ കുടുംബം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ എത്തി SIയെ കണ്ടത് രാവിലെയും. സ്വാഭാവികമായും ആ ഉദ്യോഗസ്ഥന് നടപടി സ്വീകരിക്കാനുള്ള സമയമുണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണ്. കുറ്റക്കാരായവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. 60,000-ഓളം പോലീസുകാർക്കിടയിൽ നിന്ന് 1-2 പേർ നീതികേട് കാണിച്ചാൽ സേനയ്ക്കാകെ അപമാനമുണ്ടാകും. അത്തരക്കാരെ വച്ചുപൊറിപ്പിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അല്ല, പോലീസിൽ ഇത്തരം തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചാൽ അതിനെതിരെ കർക്കശ നടപടി ഉണ്ടാവും. ആ നടപടി ഇതേവരെ ഉണ്ടായിട്ടുണ്ട്, ഇനിയും അതുണ്ടാവും. അതാണ് സർക്കാരിന്റെ നിലപാട്. സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ മാധ്യമങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ശരിയായ കാര്യമെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കെവിന്റെ കുടുംബത്തോടൊപ്പമാണ് സർക്കാരെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. രമേശ് ചെന്നിത്തല വിടുവായുത്തം പറയുകയാണെന്നും പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനമറിഞ്ഞ് പെരുമാറാൻ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ തളർന്നു കരയുന്ന നീനുവിൽ നിന്ന് ക്യാമറയിൽ നിർബന്ധിച്ച് പ്രതികരണമെടുക്കുന്ന മാധ്യമപ്രവർത്തനത്തിനെതിരെ വ്യാപക വിമർശനം ഉയരുന്നു. മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഈ പ്രവൃത്തിയെ രൂക്ഷഭാഷയിലാണ് സോഷ്യൽ മീഡിയ വിമർശിക്കുന്നത്. നീനുവിന്റെ ദാമ്പത്യ ജീവിതം മണിക്കൂറുകൾ മാത്രമായിരുന്നു. പിതാവിന്റെയും സഹോദരന്റെയും ദുരഭിമാനത്തിൽ നീനുവിന് കെവിനെ നഷ്ടപ്പെട്ടപ്പോൾ ആ വൈകാരികമായ നിമിഷത്തെ സെൻസേഷണലാക്കാൻ ഇറങ്ങിയ മാധ്യമപ്രവർത്തന രീതിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്നത്. കരയാതെ നിൽക്കുന്ന നീനുവിനെ ഭർത്താവിന്റെ മരണത്തെക്കുറിച്ച് പ്രതിപാദിച്ച് വീണ്ടും കരച്ചിലിലേക്ക് തള്ളിവിടുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അത്രയ്ക്ക് ബ്രൂട്ടലായിട്ടാണ് മോളെ സ്നേഹിച്ചു പോയിരുന്നു എന്ന കുറ്റത്തിന് കെവിൻ അവർ കൊന്നു കളഞ്ഞത്. അത് മോളുടെ കുഴപ്പം. എന്താ പറയുന്നത്? സംസാരിക്കേ. ഓക്കി ദുരന്ത സമയത്ത് രോഗിയുടെ മാസ്ക് മാറ്റി പ്രതികരണമെടുത്തതും വിദേശ വനിതയുടെ മൃതദേഹത്തിനരികിൽ സഹോദരിയെ സ്വസ്ഥമായി ഇരിക്കാൻ അനുവദിക്കാത്തതും സമീപകാലത്തെ സംഭവങ്ങളായിരുന്നു. ഈ അനിഷ്ട സംഭവങ്ങളുടെ പട്ടികയിലേക്കാണ് നീനുവിന്റെ പ്രതികരണമെടുപ്പും ഇപ്പോൾ വന്നിരിക്കുന്നത്. സമയവും സന്ദർഭവും തിരിച്ചറിയാതെ വാർത്തകൾ ഉണ്ടാക്കാൻ ഇറങ്ങുന്ന മാധ്യമപ്രവർത്തന രീതിക്കെതിരെ മുൻപും വിമർശനങ്ങളുണ്ടായിരുന്നു. തിരുത്തപ്പെടാത്ത ഇത്തരം തെറ്റുകളിലൂടെ ഉത്തരവാദിത്ത മാധ്യമപ്രവർത്തനത്തിന്റെ വിശ്വാസ്യത കൂടിയാണ് ഇല്ലാതാകുന്നത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. സംസ്ഥാനത്ത് പെട്രോൾ ഡീസൽ വിലയിൽ 1 രൂപ കുറയും. സംസ്ഥാനത്തിന്റെ അധിക നികുതി ഒഴിവാക്കിയാണ് തീരുമാനം നടപ്പാക്കുന്നത്. ജൂൺ 1 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കടൽക്ഷോഭത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകും. ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് 1 മാസത്തെ സൗജന്യ റേഷൻ നൽകാനും അഴിച്ചുപണിക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കേന്ദ്രം വില കുറയ്ക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് മോശം സാമ്പത്തിക സ്ഥിതിയിൽ പോലും പെട്രോൾ ഡീസൽ വിലയിൽ കുറവ് വരുത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധനവിലയിൽ സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്ന അധിക നികുതി വേണ്ടെന്ന് വെച്ചുകൊണ്ട് ജൂൺ 1 മുതൽ 1 രൂപയുടെ കുറവാണ് ഇന്ധനവിലയിൽ ഉണ്ടാകുകയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതായത് സംസ്ഥാനത്തിന്റെ നികുതിയിലളവ് ഈ 1 രൂപ കുറവ് വരുന്ന ഒരു നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക. അപ്പോൾ സർക്കാരിന് ഒരു വർഷത്തെ കണക്കെടുത്താൽ നികുതി ഇനത്തിൽ 509 കോടി രൂപയുടെ
കുറവുണ്ടാകും ഈ കാര്യത്തിൽ. അതാണ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് സംഭവിക്കാൻ പോകുന്നത്. ഇത് വില ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കാൻ പറ്റില്ല, വില കുറക്കണം. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിൻ്റെ ഭാഗമായി വില കുറക്കാൻ തയ്യാറാണ്. കടൽക്ഷോഭത്തിൽ വീട് നഷ്ടപ്പെടുന്നവർക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകും. ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് 1 മാസത്തെ സൗജന്യ റേഷൻ നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. കടലിൻ്റെ തൊട്ട് കിടക്കുന്ന വീടുകൾക്കാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ അധികം വരുന്നത്. അപ്പോൾ അവർ തന്നെ ഒരു സ്ഥലം കണ്ട് മാറുന്നതായിരിക്കും നന്നാവുക. കടൽ തീരം വിട്ടിട്ട് അവർക്ക് പോകാൻ കഴിയില്ല. എന്നാൽ 10 ലക്ഷം രൂപ അതിനുവേണ്ടി നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കടൽ ഭിത്തി നിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു വഴി. IAS തലത്തിൽ വലിയ അഴിച്ചുപണിക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലാ കളക്ടർമാർക്കാണ് മാറ്റം. ആലപ്പുഴ ജില്ലാ കളക്ടർ TV അനുപമയെ തൃശൂരിലേക്കും പത്തനംതിട്ട ജില്ലാ കളക്ടർ D ബാലമുരളിയെ പാലക്കാടേക്കും സ്ഥലം മാറ്റിയിട്ടുണ്ട്. തൃശൂർ ജില്ലാ കളക്ടർ കൌശികനെ വാട്ടർ അതോറിറ്റി MD ആയി നിയമിക്കാനും തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവ് മധുവിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. 16 പ്രതികൾക്കാണ് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചത്. മണ്ണാർക്കാട് താലൂക്കിൽ പ്രവേശിക്കരുത്, പാലക്കാട് ജില്ല വിട്ടുപോകരുത് എന്നിവയാണ് ഉപാധികൾ. 1 ലക്ഷം രൂപയും തുല്യ തുകയ്ക്കുള്ള 2 ആൾ ജാമ്യവും ബോണ്ടായി നൽകണം. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. പ്രതികളും കേസിലെ മുഖ്യ സാക്ഷികളിൽ ചിലരും ബന്ധുക്കളാണെന്നും പ്രതികൾ പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ കർശന ഉപാധികളോടെ ഹൈക്കോടതി 16 പ്രതികൾക്കും ജാമ്യം അനുവദിക്കുകയായിരുന്നു. വിതുരയിൽ തോക്ക് ചൂണ്ടി യുവതിയെ പീഡിപ്പിച്ച പോത്ത് ഷാജിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസമാണ് വിതുര തൊളിക്കോട് വാടകയ്ക്ക് താമസിക്കുന്ന യുവതിയെ ഷാജി പീഡിപ്പിച്ചത്. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും ഈയിടെ ജയിൽ മോചിതനുമായ കുറ്റവാളിയാണ് പോത്ത് ഷാജി. വിതുര തൊളിക്കോട് സ്വദേശിയായ പോത്തു ഷാജിയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന യുവതിയെയാണ് 3 ദിവസങ്ങൾക്ക് മുമ്പ് ഷാജി തോക്കു കാണിച്ച് പീഡിപ്പിച്ചത്. വീണ്ടും കഴിഞ്ഞ ദിവസവും യുവതിയെ ഇതേ രീതിയിൽ പീഡിപ്പിച്ചു. പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് തോക്കുകാട്ടി ഇയാൾ യുവതിയെ ഭീഷണിപ്പെടുത്തി. തുടർന്നാണ് വിതുര പോലീസിൽ യുവതി പരാതി നൽകിയത്. പരിക്കുപറ്റിയ ഇവരെ വിതുര ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരകുളം ഒഴുകുപാറ സ്വദേശിയായ യുവതി മാസങ്ങളായി ഷാജിയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പോത്തു ഷാജിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും ഈയിടെ ജയിൽ മോചിതനുമായ വ്യക്തിയാണ്. കൂടാതെ കാപ്പ ചുമത്തി 2 പ്രാവശ്യം ജയിലിൽ കിടന്ന ഷാജി ഗുണ്ടാലിസ്റ്റിൽപ്പെട്ടയാളുമാണ്. പീഡനത്തിന് ശേഷം ഷാജിയുടെ കൈവശമുണ്ടായിരുന്ന നാടൻ തോക്ക് അടുത്തുള്ള വീട്ടിൽ കൊണ്ടുവന്നു വെച്ചതിന് ശേഷമാണ് ഷാജി സ്ഥലം വിട്ടത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തന്നെ പീഡിപ്പിച്ച BJP MLA-ക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന് യുവതിയുടെ ഭീഷണി. ഉത്തർപ്രദേശിലെ ബിസൌലി നിയോജക മണ്ഡലത്തിലെ MLA ആയ കുശാഗ്ര സാഗർ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് യുവതി കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിരുന്നു. പീഡനക്കേസിൽ പിടിയിലായ BJPയുടെ ഉന്നാവോ MLA കുൽദീപ് സിംഗ് സെങ്കാറിന് തൊട്ടു പിന്നാലെയാണ് അടുത്ത BJP നേതാവിന്റെ പീഡന വാർത്തകൾ പുറത്തുവരുന്നത്. 2012 മുതൽ 2014 വരെയുള്ള 2 വർഷങ്ങളിൽ ഉത്തർപ്രദേശിലെ BJP MLA കുശാഗ്ര സാഗർ തന്നെ പലതവണ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. 2012 പെൺകുട്ടിക്ക് 16 വയസ്സായിരുന്നു പ്രായം. അന്നു മുതലേ വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവതി പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. തനിക്കെതിരെ സമൂഹത്തിൽ നിന്ന് പരിഹാസവും ഭീഷണിയും ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീതി ലഭിച്ചില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നും യുവതി വെളിപ്പെടുത്തി. ജൂൺ 17 സാഗറിന്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. അതേസമയം ഇത് രാഷ്ട്രീയപരമായുള്ള മുതലെടുപ്പാണെന്നും തന്റെ വിവാഹം നിശ്ചയിച്ചപ്പോൾ ഇങ്ങനെയൊരു വ്യാജ വാർത്ത ഉണ്ടാക്കിയതാണെന്നുമാണ് സാഗറിന്റെ ന്യായീകരണം. അന്വേഷണം ശരിയായ ദിശയിൽ പുരോഗമിക്കുകയാണെന്നും ഉടനടി നടപടി സ്വീകരിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഉന്നാവോയിലെ BJP MLA കുൽദീപ് സിംഗ് സെങ്കാറിന്റെ പീഡനക്കേസിൽ തൊട്ടുപിറകെയാണ് അടുത്ത BJP നേതാവ് കൂടി കുടുങ്ങിയിരിക്കുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ബദേഹി ജില്ലയിലെ മുൻ BJP ജില്ലാ പ്രസിഡന്റ് കാൻഹയ്യ ലാൽ മിശ്രയും പീഡനക്കേസിൽ പോലീസ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. RSS പരിപാടിയിൽ പങ്കെടുക്കരുതെന്നാവശ്യപ്പെട്ട് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കത്തയച്ചു. ജൂൺ 7 RSS ആസ്ഥാനത്ത് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കരുതെന്നാവശ്യപ്പെട്ടാണ് കത്തയച്ചത്. മുൻ രാഷ്ട്രപതി എന്ന നിലയിലും കോൺഗ്രസിന്റെ സമുന്നത നേതാവ് എന്ന നിലയിലും രാജ്യം ഏറെ ബഹുമാനിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ നിലപാട് ജനാധിപത്യത്തിലും മതേതരത്തിലും വിശ്വസിക്കുന്ന രാജ്യത്തെ വലിയ വിഭാഗം ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നതാണെന്ന് രമേശ് ചെന്നിത്തല കത്തിൽ സൂചിപ്പിക്കുന്നു. കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങൾക്കും ആശയങ്ങൾക്കും എതിരാണ് ഈ നിലപാടെന്നും ചെന്നിത്തല കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.
ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം നാളെ അറിയാം. ഫലം പുറത്തുവരാനിരിക്കെ മുന്നണികൾ എല്ലാം കടുത്ത ആത്മവിശ്വാസത്തിലാണ്. വോട്ടെണ്ണലിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വോട്ടെണ്ണാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ 3 പ്രധാന മുന്നണികളും കടുത്ത ആത്മവിശ്വാസത്തിലാണ്. താഴെത്തട്ടിൽ നിന്നും ലഭിച്ച കണക്കുകൾ തങ്ങൾക്ക് അനുകൂലമാണെന്ന് ഏവരും ഉറച്ചു വിശ്വസിക്കുന്നു. ചെങ്ങന്നൂരിൽ ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടുമെന്നാണ് LDFന്റെ വിലയിരുത്തൽ. ഭൂരിപക്ഷം 10,000 കടന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ലെന്നാണ് ഇടത് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. അതേസമയം UDF കേന്ദ്രങ്ങളും കടുത്ത ആത്മവിശ്വാസത്തിലാണ്. 3500 മുതൽ 5000 വോട്ടിന്റെ വരെ ഭൂരിപക്ഷം UDF പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ BJP പിടിച്ച നായർ വോട്ടുകൾ ഗണ്യമായി തിരിച്ചുവരുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ക്രിസ്ത്യൻ പോക്കറ്റുകളിൽ നിന്നും വോട്ട് ചോർച്ച LDFന് അനുകൂലമായി ലഭിച്ചിട്ടുണ്ടെന്ന സൂചനയും UDF ക്യാമ്പ് നൽകുന്നുണ്ട്. BJP ക്യാമ്പിലും പതിവിൽ കവിഞ്ഞ അവകാശവാദമാണുള്ളത്. 48,000 മുതൽ 52,000 വരെ വോട്ട് PS ശ്രീധരൻപിള്ള പിടിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. അടിസ്ഥാന നായർ വോട്ടുകൾ ചതിച്ചിട്ടില്ലെന്നാണ് BJPയുടെ വിലയിരുത്തൽ. സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ ഈ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ അധികമായി പോൾ ചെയ്ത 2.5% വോട്ട് ആർക്ക് പോയി എന്നതാണ് മുന്നണികളെ കുഴപ്പിക്കുന്ന ചോദ്യം. അതിനിടെ വോട്ടെണ്ണൽ നടത്താനുള്ള എല്ലാ ക്രമീകരണവും പൂർത്തിയായി കഴിഞ്ഞു. 181 ബൂത്തുകളിലെ 1535 വോട്ടുകൾ എണ്ണുന്നതിനായി 14 കൗണ്ടറുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള 12 റൗണ്ടുകൾ കൊണ്ട് വോട്ടെണ്ണൽ പൂർത്തിയാവും. പോസ്റ്റൽ ബാലറ്റുകളാവും ആദ്യം എണ്ണുക. തൊട്ടു പിന്നാലെ മാന്നാർ പഞ്ചായത്തിലെ വോട്ടുകൾ എണ്ണും. തുടർന്ന് പാണ്ടനാട്, തിരുവൻവണ്ടൂർ, ചെങ്ങന്നൂർ നഗരസഭ, മുളക്കുഴ, ആല, പുലിയൂർ, ബുധനൂർ, ചെന്നിത്തല, ചെറിയനാട് എന്നീ പഞ്ചായത്തുകൾ എണ്ണും. വെൺമണി പഞ്ചായത്തിലെ വോട്ടുകളാണ് അവസാനം എണ്ണുക. 9:30യോടുകൂടി ആദ്യഫല സൂചനകൾ പുറത്തുവരും. തിരഞ്ഞെടുപ്പ് നിരീക്ഷകന്റെ സാന്നിധ്യത്തിൽ കർശനമായ സുരക്ഷയുടെ അകമ്പടിയിലാവും വോട്ടെണ്ണൽ പുരോഗമിക്കുക. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ. എനിക്ക് ഡോക്ടറാകണമെന്നാണ് ആഗ്രഹമെന്ന് CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ വെണ്ണല സ്വദേശിനി ശ്രീലക്ഷ്മി. 1ാം റാങ്ക് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും ഉന്നത വിജയത്തിൽ സന്തോഷമുണ്ടെന്നും ശ്രീലക്ഷ്മി പീപ്പിളിനോട് പ്രതികരിച്ചു. ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ S ഗോപിനാഥന്റെ മകളാണ് തൃക്കാക്കര ഭവൻസ് വരുണ സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ശ്രീലക്ഷ്മി. ഉന്നത വിജയം പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 1ാം റാങ്ക് ലഭിച്ചതോടെ ഇരട്ടി മധുരത്തിന്റെ ആഹ്ലാദത്തിലാണ് ശ്രീലക്ഷ്മി. മാതാപിതാക്കളും അധ്യാപകരും നൽകിയ പിന്തുണയാണ് തന്റെ വിജയത്തിന് പിന്നിലെന്നും ശ്രീലക്ഷ്മി പീപ്പിളിനോട് പറഞ്ഞു. ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല, അത്യാവശ്യം നല്ല മാർക്സ് പ്രതീക്ഷിച്ചിരുന്നു. വളരെ സന്തോഷം ഇത് അറിഞ്ഞപ്പോൾ. ഏറ്റവും കൂടുതൽ എനിക്ക് ടീച്ചേഴ്സിന്റെ അടുത്തും പേരൻസിന്റെ അടുത്തും നന്ദി പറയണമെന്നേ ഉള്ളൂ. പിന്നെ ദൈവാനുഗ്രഹം. തൃക്കാക്കര ഭവൻസ് വരുണ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനിയായ ശ്രീലക്ഷ്മി 500-ൽ 499 മാർക്ക് നേടിയാണ് 1ാം റാങ്ക് നേടിയത്. കണക്ക് പരീക്ഷയ്ക്കാണ് മാർക്ക് പോയതെന്ന് ശ്രീലക്ഷ്മി. അത് മാത്സിന് പോയെ. അത് ഒരു കെയർലെസ് മിസ്റ്റേക്ക്. അതന്ന് എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ആ ഒരു മാർക്ക് പോകുന്നു. ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ S ഗോപിനാഥന്റെയും മഹാരാജാസ് കോളേജ് പ്രൊഫസർ LP രമയുടെയും മകളായ ശ്രീലക്ഷ്മിക്ക് ഡോക്ടറാകാനാണ് ആഗ്രഹം. ഡോക്ടറാവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതിനായിട്ട് പരിശ്രമിക്കണം. ആദ്യമായാണ് എറണാകുളം ജില്ലയിലെ 3 വിദ്യാർത്ഥികൾ ഒരുമിച്ച് 1ഉം 2ഉം 3ഉം റാങ്കുകൾ നേടുന്നത്. കാക്കനാട് രാജഗിരി ക്രിസ്തു ജയന്തി സ്കൂളിലെ തെരേസ സോണിയാണ് 2ാം റാങ്കുകാരി. കാക്കനാട് രാജഗിരി പബ്ലിക് സ്കൂളിലെ അമ്മു മറിയാണ് 3ാം റാങ്ക് നേടിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. CITU സ്ഥാപക ദിനം ആചരിച്ചു. തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നടന്ന പരിപാടി CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ ഉദ്ഘാടനം ചെയ്തു. CITU സംസ്ഥാന സെക്രട്ടറി KP സഹദേവൻ പതാക ഉയർത്തി. V ശിവൻകുട്ടി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പരിപാടിയോടനുബന്ധിച്ച് ജില്ലയിലെ 18 കേന്ദ്രങ്ങളിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചിട്ടുണ്ട്. CITU ജില്ലാ പ്രസിഡന്റ് C ജെയിൻ ബാബു, EG മോഹനൻ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. KLM ആക്സിവ ഫിൻഫെസ്റ്റിന്റെ മൂലധനം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 100 കോടി കടന്നതായും നിക്ഷേപം 500 കോടിയിലേക്ക് എത്തിയതായും KLM ആക്സിവ ചെയർമാൻ ഡോക്ടർ J അലക്സാണ്ടർ കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വായ്പാ ഇനത്തിൽ 1000 കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കമ്പനി ചെലവഴിച്ചതായും അദ്ദേഹം പറഞ്ഞു. മൂലധനം 500 കോടിയാക്കാനും നിക്ഷേപം 1000 കോടി എത്തിക്കാനും കമ്പനി ലക്ഷ്യമിടുന്നതായി അദ്ദേഹം അറിയിച്ചു. KLM ഗ്രൂപ്പ് ചെയർമാൻ ഷിബു തെക്കുംപുറം, ആക്സിവ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജോസ്കുട്ടി സേവിയർ, ജോർജ് കുര്യർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നോമ്പുകാലത്ത് പുലർച്ചെ വിശ്വാസികളെ വിളിച്ചുണർത്താൻ കണ്ണൂരിൽ ഇത്തവണയും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഉഠോ ബാബമാർ എത്തി. ദഫ്മുട്ടും ഖവാലി ഗാനവുമായി പുലർച്ചെ വീട്ടുമുറ്റത്തെത്തുന്ന ഉഠോ ബാബമാർ അത്താഴത്തിനായി വിശ്വാസികളെ വിളിച്ചുണർത്തും. സ്നേഹാദരങ്ങളോടെയാണ് വീട്ടുകാരും ഉഠോ ബാബമാരെ സ്വീകരിക്കുന്നത്. അറയ്ക്കൽ രാജകുടുംബത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഗായക സംഘം വർഷങ്ങൾക്ക് മുൻപ് ആദ്യമായി കണ്ണൂരിലെത്തിയത്. ഓരോ മുസ്ലിം വീടും ഉറക്കത്തിൽ നിന്നും ഉണർന്നിരുന്നത് ദഫ്മുട്ടും പാട്ടും കേട്ടായിരുന്നു.
നോയമ്പ് കാലത്ത് കണ്ണൂർ നഗരത്തിന്റെ മുക്കിലും മൂലയിലും ഉള്ള മുസ്ലിം വീടുകളിൽ ഉണർത്തുപാട്ടുമായി ഇവരെത്തും. അങ്ങനെയാണ് ഉഡോ ബാബമാർ എന്ന വിളിപ്പേര് വീണത്. ആദ്യകാലങ്ങളിൽ 20-ൽ കൂടുതൽ പേർ സംഘത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇത് ചുരുങ്ങി വന്നു. ഇത്തവണ 4 പേർ മാത്രമാണ് എത്തിയത്. रात में शहरी जगाते हैं बाबा लोग रमजान में सबके लिए उठाएंगे, नींद जगाएंगे और ईद के बाद हम बस्ती में जाएंगे. अगले साल हयात रहा तो अगले साल फिर आएंगे. हर साल हम 40-50 साल से इधर आ रहे हैं. കണ്ണൂർ മക്കാനിയിലെ സത്രത്തിലാണ് താമസം. നോയമ്പ് കാലത്ത് പാട്ടുപാടി എത്തുന്ന വീടുകളിൽ നിന്നും സക്കാത്ത് ലഭിക്കും. പെരുന്നാളിന് ശേഷം ഭാണ്ഡത്തിൽ സ്നേഹ സമ്മാനങ്ങളും മനസ്സിൽ നോമ്പ് കാലത്തിന്റെ ത്യാഗസ്മരണകളുമായി ഉഡോ ബാബമാർ ജന്മനാട്ടിലേക്ക് തിരിച്ചുപോകും. അടുത്ത നോയമ്പ് കാലത്ത് കണ്ണൂരുകാരെ വിളിച്ചുണർത്താൻ എത്തുമെന്ന വാക്കും നൽകി. കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഒലിച്ചു പോകാതെ ഉണർത്തുപാട്ടിന്റെ പാരമ്പര്യം ഇപ്പോഴും അതേപടി നിലനിർത്തുകയാണ് ഉഡോ ബാബമാർ. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്.